5 വർഷം പേപ്പറുണ്ട്. 5 വർഷത്തെ പേപ്പറുണ്ട്. എത്ര കൊടുക്കാം? 60 രൂപയ്ക്ക്. 60,000 രൂപ കൊടുക്കാം. ഓക്കെ. മെക്കാനിസൈഡ് കാര്യങ്ങളെല്ലാം കൊള്ളാം, ഗുഡാണ് കണ്ടീഷൻ. ഇപ്പോൾ എങ്ങനെ അതിൻ്റെ പ്രൈസ് വരുന്നത്? നമുക്കിതൊരു 189 കൊടുക്കാം. 189. 2016 മോഡലാണ്. 16 ഓട്ടോമാറ്റിക് ആണ്. 2016 ഓട്ടോമാറ്റിക് റെനോൾഡ് കിഡ് 2021 മോഡലാണ്. 21 സെലീരിയ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് മോഡൽ ഏതാ? വോൾട്ടോ 800. എങ്ങനെ 2016 മോഡൽ വോൾട്ടോ 800. ഹോണ്ട സിറ്റി. ഹോണ്ട സിറ്റി രണ്ടാണ്. എങ്ങനെ 2014 മോഡലാണ്. 14. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ OLX കാർസിലാണ്. അപ്പം നമ്മൾ കുറച്ച് ദിവസം ഇവിടെ വീഡിയോ ചെയ്തിട്ട് വണ്ടികളുടെ സ്റ്റോക്കെല്ലാം ഒരുപാട് വണ്ടികളുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ബഡ്ജറ്റ് കാറുകളുടെയും അതേമാതിരി പ്രീമിയം സെഗ്മെൻറ്റ് എല്ലാ വണ്ടികളുടെ കളക്ഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ അഭിലാഷുണ്ട് വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ നമ്മുടെ വണ്ടികൾ അത്യാവശ്യം നല്ല വണ്ടികളുടെ കളക്ഷൻ വന്നിട്ടുണ്ട്. അതെ, നല്ല വണ്ടികളുടെ കളക്ഷൻ വന്നിട്ടുണ്ട്. ലൊക്കേഷൻ പിന്നെ തിരുവനന്തപുരം അമരവള താന്നിമൂടാണ്. ട്രിവാൻഡ്രത്ത് പാറശാല പോകുന്ന വഴിക്ക്. അപ്പോൾ നമുക്ക് വണ്ടിക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ടല്ലോ? വാറണ്ടി കൊടുക്കുന്നുണ്ട്. 2016 ശേഷം നമുക്ക് വാറണ്ടി കൊടുക്കാം. 1 ഇയർ വാറണ്ടി വരെ. ലോൺ ഏത് വർഷം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? ലോണും 2013 ശേഷം ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നേരെ അഭിലാഷ് ബ്രോ, നമുക്ക് തുടങ്ങുന്ന ഒരു ബഡ്ജറ്റ് കാർ അല്ലേ? ബഡ്ജറ്റ് കാറാണ്. രണ്ട് അലോയുടെ പൈസയ്ക്ക് വണ്ടി കൊടുക്കാം. 4 അലോയ്ക്ക് പൈസ വണ്ടി കൊടുക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2006 വണ്ടിയാണ്. റീടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. അപ്പോൾ 5 വർഷം പേപ്പറുണ്ട്. 5 വർഷത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. 2005 ഫോർഡ് ഫിയസ്റ്റ ഡീസൽ അല്ലേ? 6 ഫോർഡ് ഫിയസ്റ്റ. ഡീസലാണ് പെട്രോളാണ്? ഡീസൽ വണ്ടിയാണ്. ഓക്കെ. അങ്ങനെ ഭയങ്കര വൻ ക്വാളിറ്റി അല്ല, ആവറേജ് ഒരു വണ്ടിയാണ്. ടയറൊക്കെ കൊള്ളാം. അത്യാവശ്യം വണ്ടിയുടെ പൈസ കിട്ടുമെന്നാണ് തോന്നുന്നത്. അതെ. ഓക്കെ. ഇന്ത്യയുടെ കണ്ടീഷൻ സീറ്റ് വർക്ക് ഉണ്ട്. അത്യാവശ്യം എടുത്ത് ഓടിച്ച് പഠിക്കാനൊക്കെ ഉള്ളല്ലേ? അത്യാവശ്യം ഓടിച്ച് പഠിക്കാം. ചെറിയ പാച്ച് വർക്ക് കാര്യങ്ങളുണ്ട്. 4 പവറിന്റെ AC പോസ്റ്ററിംഗ് ഒക്കെ ഉണ്ട്. ബ്രോ, എഞ്ചിൻ എങ്ങനെയാണ്? എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയാണ്? എഞ്ചിനൊക്കെ ആവറേജ് ആണ്. വലിയ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അതെ. ഓക്കെ. എടുത്ത് ഓടിച്ച് AC ഒന്നും വർക്കിംഗ് അല്ല. ആവറേജ് ഒരു വണ്ടി. എടുത്ത് ഓടിച്ച് പഠിക്കാൻ വേണ്ടി ഓടിച്ച് പഠിക്കും. അപ്പം ഫോർഡ് ഫിയസ്റ്റ ഡീസൽ എത്രയ്ക്ക് കൊടുക്കാം? 5 വർഷം പേപ്പർ കൊടുക്കാം. 5 വർഷം പേപ്പറുണ്ട്. 5 വർഷത്തെ പേപ്പറുണ്ട്. എത്രയ്ക്ക് കൊടുക്കാം? 60 രൂപയ്ക്ക്. 60,000 രൂപ കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് കിഡ് എങ്ങനെയാണ്? റെനോൾട്ടിന്റെ കിഡാണ്. 2016 മോഡൽ RXL വേരിയന്റ് ആണ്. 16 RXL. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടി? കിലോമീറ്റർ 60,000 കിലോമീറ്റർ. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഉണ്ടോ? വേറെ ആക്സിഡന്റ് റീപ്ലേസ് അങ്ങനെ വേറെ ഒന്നുമില്ല. മേജറായിട്ട് അങ്ങനെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ബോഡി നീറ്റാണ്. വണ്ടി നീറ്റാണ്. ഓക്കെ. 60,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ. ഓക്കെ. സീറ്റ് ഫാബ്രിക് ആണ്. പിന്നെ അത് ഇൻബിൽറ്റ് സീറ്റ് അല്ല, സോറി, AC പവർ സ്റ്റിയറിംഗ് വണ്ടി. RXL അല്ലേ വേരിയന്റ്? ഏതാ? ടയർ കണ്ടീഷൻ ഒരു അത്യാവശ്യം ടയറൊക്കെ ഉണ്ട്. 75-80% ടയറുണ്ട്. അതെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. അങ്ങനത്തെ വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും. മെക്കാനിസൈഡ് കാര്യങ്ങളെല്ലാം കൊള്ളാം, ഗുഡാണ് കണ്ടീഷൻ. ഇപ്പോൾ എങ്ങനെ അതിന്റെ പ്രൈസ് വരുന്നത്? നമുക്കിതൊരു 189 കൊടുക്കാം. 189. 2016 വണ്ടി 189 കൊടുക്കാം. ലോൺ എത്ര കയറും? അപ്പോൾ ഫുൾ ഫിനാൻസ് ചെയ്യാം പറ്റും. അഭിലാഷ്, നെക്സ്റ്റ് നമ്മുടെ ഓൾട്ടോ 800. വോൾട്ടോ 800 എങ്ങനെ? 2016 മോഡൽ വോൾട്ടോ 800 LXI ആണ്. LXI. ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ 29,000 കിലോമീറ്റർ. ആണോ? കമ്പനി സർവീസ് ആണോ? കമ്പനി സർവീസ് എല്ലാം ഉള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും? ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ടയർ കണ്ടീഷൻ ആദായമാനോ അല്ലേ? അതെ. വേറെ സ്ക്രാച്ച് ഔട്ടിന്റെ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. സീറ്റ് ഫാബ്രിക് ആണ്, നീറ്റാണ് കേട്ടോ. അതിനകത്ത് സ്റ്റീരിയോ ഇരിപ്പുണ്ട്. AC പോസ്റ്ററിന് 2 ഡോർ പവർ ഉണ്ട്. AC വരുന്നുണ്ട്. പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ എല്ലാം വരുന്നുണ്ട്. നീറ്റാ. അപ്പോൾ ഇതെങ്ങനെ ഇതിന്റെ പ്രൈസ്? നമുക്ക് ഒരു 265 കൊടുക്കാം. 2016. അപ്പോൾ അടുത്ത വണ്ടി ഓൾട്ടോ 800. ഓൾട്ടോ 800 ആണ്. 2015 മോഡലാണ്. 15 വണ്ടി. 15 മോഡല്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സർവീസ് അവിടെ കമ്പനിയാണ്? ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസ് ഉള്ളതാണ്. ടയർ കാര്യങ്ങൾ കൊള്ളാം. ടയർ കണ്ടീഷൻ 60% ടയർ ഉണ്ട്. അതെ. LXI വേരിയന്റ് ആണ് വരുന്നത്. LXI അല്ലേ? ബോഡിയൊക്കെ നീറ്റാണ് കേട്ടോ. ബോഡിയൊക്കെ നീറ്റാണ്. ഓക്കെ. ഇപ്പോഴത്തെ സർവീസും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കമ്പനി സർവീസ് തന്നെയാണ് ചെയ്തത്? അതെ. ഓക്കെ. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ. സ്റ്റീരിയോ ഇരിപ്പുണ്ട്. 2 ഡോർ പവർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ ഉണ്ട്. അതെ. അഡീഷണൽ സ്പീക്കർ സിസ്റ്റം ചെയ്തിട്ടുണ്ടല്ലേ? സ്പീക്കർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സബ്വൂഫറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ അതിന്റെ പ്രൈസ്? ഇത് നമുക്ക് ഒരു 2,39,000 രൂപ കൊടുക്കാം. 2015 വണ്ടി. ലോൺ എത്ര കയറും? അപ്പോൾ ലോണും ഏകദേശം 75-80% വരെ ലോൺ ചെയ്ത് തരാം. റെനോൾഡ് കിഡ് 2021 മോഡലാണ്. 21 വണ്ടി. ഓക്കെ. സിംഗിൾ ഓണർ വണ്ടിയാണ്. 58,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 58,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. സർവീസ് കമ്പനി സർവീസ് ആണോ പുറത്താണോ? കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. ആവറേജ് ഒരു 50% ഉണ്ടല്ലേ? ഉണ്ട്. രണ്ടും സെയിം ആണ്.
അതെ. ഓക്കെ. സീറ്റ് ഫാബ്രിക്കാണ്, മെയിൻറ്റൈൻഡ് ആണ്, കുഴപ്പമില്ല. അതിനകത്ത് അഡീഷണൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല? ഇല്ല, വേറെ കമ്പനി സർവീസ് ആണ്, അങ്ങനെ വേറെ ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ 21 കിട്ടുന്ന വില? കിട്ടും നമുക്കൊരു 325 കൊടുക്കാം. 325. ഫിനാൻസ് എത്ര കയറും? ഫിനാൻസും ഫുൾ ചെയ്ത് കൊടുക്കാം. ഫുൾ ചെയ്യാൻ പറ്റും. എങ്ങനെയാ? സെലീരിയ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് മോഡൽ ഏതാ? 2015 മോഡൽ. സെക്കൻഡ് ഓണറാണ് വരുന്നത്. 71,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ അങ്ങനെ വേറെ ഒന്നുമില്ല. VXI ആണല്ലേ? VXI ആണ്. ഓക്കെ. ഓട്ടോമാറ്റിക്. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് നമ്മളെ ഡോർ ഉണ്ട്. ഡോർ റീപ്ലേസ്. ആക്സിഡന്റ് അല്ല, വേറെ ആക്സിഡന്റ് അങ്ങനെ ഇല്ല. മേജർ ഇഷ്യൂസ് അങ്ങനെ ഒന്നുമില്ല. സൈഡിൽ നിന്ന് നീറ്റായിരിക്കും അല്ലേ? നീറ്റ് വണ്ടിയാണ്. ഓക്കെ. ഇന്റീരിയർ കണ്ടീഷൻ ഒക്കെ നീറ്റാണ്. ഓട്ടോമാറ്റിക്. ഇതിനകത്ത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഇതുകൊണ്ട് അല്ല ഉണ്ട്. ഫോട്ടോ പോറിൻ്റെ കുറച്ച് നല്ല വരുന്നുണ്ട്. അപ്പോൾ സൈഡിൽ നിന്നെങ്ങാണ്ട് ചെറിയ ഡീറ്റെയിൽ ഉണ്ടാവും. അങ്ങനെ റീപ്ലേസ് ക്ലെയിം ചെയ്യുമ്പോൾ അവർ റീപ്ലേസ് ചെയ്യുന്നത്. അതെ, ഷോറൂമിലല്ലേ ചെയ്തത്? അതെ അതെ, ഹിസ്റ്ററി ഉള്ളതല്ലേ? ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ്? നമുക്കൊരു 335 കൊടുക്കാം. 335. ഫിനാൻസ് എത്ര രൂപ? അപ്പോൾ ഫിനാൻസും ഏകദേശം 3 ലക്ഷം വരെ പ്രതീക്ഷിക്കാം. ഓക്കെ. വാഗണറാണ്. 2016 മോഡലാണ്. 16 ഓട്ടോമാറ്റിക് ആണ്. 2016 ഓട്ടോമാറ്റിക് വാഗണർ. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? സെക്കൻഡ് ഓണർ. 54,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സർവീസ് എങ്ങനെ? പുറത്താണ്? സർവീസ് എല്ലാം ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ടയർ 4 പുതിയ ടയറുണ്ട്. ടയർ എല്ലാം കണ്ടീഷൻ ടയറുകളാണ്. ഓക്കെ. VXI വേരുണ്ട് അല്ലേ? പക്ഷെ ബോഡിയൊക്കെ നീറ്റ് കേട്ടോ. കാര്യങ്ങളൊന്നുമില്ല. അതെ, കണ്ടീഷൻ ആയിരിപ്പുണ്ട്. VXI വേരിയൻറ്റ്. ഇത് കണ്ടീഷൻ നീറ്റ് ആയിരിപ്പുണ്ട്. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. വെൽ മെയിൻറ്റൈൻഡ് ആണ്. നീറ്റ് ആയിരിപ്പുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. ഫോർഡർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് അത്യാവശ്യം എല്ലാം വരുന്നുണ്ട് അല്ലേ? അതെ. ഓട്ടോമാറ്റിക് വാഗണർ വണ്ടിയാണ്. VXI. ഓക്കെ. അപ്പോൾ ഓട്ടോമാറ്റിക് വാഗണർ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഓട്ടോമാറ്റിക് നമുക്കൊരു 365 കൊടുക്കാം. 365. ഫിനാൻസ് എത്ര രൂപ? അപ്പോൾ ഫിനാൻസ് 2016. 3 പുറത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത് നെക്സ്റ്റ് I10 ആണ്. I10 ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. അതെ. മോഡൽ ഏതാ? ഇത് 2010 വണ്ടിയാണ്. ടെസ്റ്റ് കഴിഞ്ഞല്ലോ? റീടെസ്റ്റ് കഴിഞ്ഞു. 2030 വരെ പേപ്പർ. 2030 വരെ പേപ്പർ വരെ. വേറെ ഓണർഷിപ്പ് എത്രയാണ് ബ്രോൻ്റെ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ് വരുന്നത്. കിലോമീറ്ററോ? 91,000 കിലോമീറ്റർ. സ്പോർട്സ് ആണ് വേരിയന്റ് അല്ലേ? സ്പോർട്സ് വേരിയന്റ്. ഓട്ടോമാറ്റിക് സ്പോർട്സ് ആണ്. വേറെ റീപ്ലേസ്മെന്റ് അങ്ങനെ ഒന്നും ഇല്ലല്ലോ? ഇല്ല, വേറെ റീപ്ലേസ്. ബോഡിയൊക്കെ നീറ്റ് ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല അല്ലേ? ഏതാ? ബോഡിയൊക്കെ നീറ്റാണ്. ബോഡിയൊക്കെ നീറ്റാണ്. ടയർ 4 പുത്തൻ ടയറുണ്ട്. പുതിയ ടയർ ഉണ്ടല്ലേ 4? അതെ. ഓക്കെ. ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. അതിനകത്ത് സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. ഫോർഡർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ബ്രോ? വേറെ ഒന്നുമില്ല. കാപ്പ എഞ്ചിൻ. അതെ, കാപ്പ. അപ്പോൾ എങ്ങനെ പ്രൈസ്? ഇത് നമുക്ക് 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 2 ലക്ഷം രൂപ. ഹുണ്ടായി സാൻഡ്രയാണ് വരുന്നത്. എങ്ങനെയാ? നമുക്കിത് 2011 മോഡലാണ്. 11 സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 71,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ 70 കിലോമീറ്റർ ആയിരിക്കും അല്ലേ? ടയർ കണ്ടീഷൻ ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ. അപ്പം 11 ഏത് മാസം ബ്രോ പറഞ്ഞത്? 2011 ഡിസംബർ. അപ്പോൾ ഈ വർഷം അവസാനം ടെസ്റ്റ് വരണം. ഈ വർഷം ലാസ്റ്റ് ടെസ്റ്റ് വരും. പക്ഷേ ഇങ്ങനെ വെച്ചാൽ ഒന്നും ചെയ്യേണ്ടി വരും, ചെയ്താൽ മതി. ടെസ്റ്റിന് ഫീസ് അടച്ച് കാണിച്ചാൽ മാത്രം മതി. നീറ്റ് ആയിരിപ്പുണ്ട്. വേറെ സ്ക്രാച്ചസ് ഒന്നും വന്നില്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട കേട്ടോ. നീറ്റ് ആയിരിപ്പുണ്ട്. നീറ്റ് വണ്ടി അല്ലേ? നീറ്റ് വണ്ടിയാണ്. ഓക്കെ. എഞ്ചിൻ സൈഡ് കാര്യങ്ങളൊക്കെ ഗുഡാണ്. സൂപ്പർ ഉണ്ട് കേട്ടോ. നീറ്റ് ആയിരിപ്പുണ്ട്. ഇന്ത്യൻ കണ്ടീഷൻ ഒക്കെ നീറ്റ് ആയിരിപ്പുണ്ട്. പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്നുണ്ടല്ലേ? സ്റ്റീരിയോ ആയിരിപ്പുണ്ട്. സ്റ്റീരിയോ പക്ഷേ വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. നീറ്റ് വണ്ടിയാണ്. സാൻഡ്രോ നോക്കുന്നവർക്ക് നല്ലൊരു വണ്ടിയാണ്. ഇതെങ്ങനെയാണ് പ്രൈസ്? ഇത് നമുക്ക് 125 കൊടുക്കാം. 125. നല്ല കണ്ടീഷൻ വണ്ടി. നല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അപ്പോൾ അടുത്ത വണ്ടി I10 ആണ്. 2014 മോഡലാണ്. ഓക്കെ. 14 മോഡൽ ഹുണ്ടായി I10 സ്പോർട്സ് വേരിയന്റാണ് വരുന്നത്. ഓക്കെ. മാനുവൽ അല്ലേ? മാനുവൽ. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ്. കിലോമീറ്ററോ? 68,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ആയിട്ടില്ല. ഒന്നുമില്ല. സർവീസ് എങ്ങനെ? കമ്പനിയാണോ പുറത്താണോ? സർവീസ് കമ്പനിയാണ്. ടയർ കണ്ടീഷൻ ഗുഡാണ്. ഏതൊരു 80% ടയർ 75-80% ഉണ്ട്. അതെ. ഓക്കെ. ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ചെയ്തിട്ടുണ്ട്. നീറ്റ് ആയിരിപ്പുണ്ട്. ഫോർഡർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. അതെ. സ്പോർട്സ് വേരിയന്റ് അല്ലേ? സ്പോർട്സ് വേരിയന്റ്. ഓക്കെ. I10 പ്രൈസ് എങ്ങനെ വരുന്നത്? I10 പ്രൈസ് നമുക്ക് 220 കൊടുക്കാം. 220. ലോണോ? ലോൺ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഹുണ്ടായി ഇയോൺ. എങ്ങനെ? 2014 മോഡലാണ്. 14 ഇയോൺ. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ്. കിലോമീറ്ററോ? 90,000 കിലോമീറ്റർ. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇയോൺ മാഗ്നയാണ്. റീപ്ലേസ് ആയിട്ട് അങ്ങനെ വേറെ ഒന്നുമില്ല. ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ അവിടെ ആക്കിയിട്ടുണ്ട്. ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇല്ല, വേറെ ഇഷ്യൂസ് ഒന്നും. മാഗ്ന വേരിയന്റ്. ഓക്കെ. ബോഡിന്നൊരു കുഴപ്പമില്ല. മൈനൂർ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതിൻ്റെ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക്കാണ്. അതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? വേറെ മേജറായിട്ട് അങ്ങനെ വേറെ ഒന്നുമില്ല. കണ്ടീഷൻ ആണല്ലോ വണ്ടി?
ഏതാ? വണ്ടി കണ്ടീഷൻ ആണല്ലോ. വണ്ടി കണ്ടീഷൻ വണ്ടിയാണ്. എങ്ങനെയാണ് പ്രൈസ് അപ്പോൾ? ഇത് 1.75 കൊടുക്കാം. 1.75. ഫിനാൻസ് എത്ര കയറും അപ്പോൾ? ഫിനാൻസ് ഫുള്ള് ചെയ്യാം. ഫുൾ ഫിനാൻസ് ചെയ്യാം. അടുത്ത വണ്ടി ഹോണ്ട സിറ്റി എങ്ങനെയാണ് ബ്രോ? ഹോണ്ട സിറ്റി 2006 മോഡലാണ്. 6 മോഡൽ. അപ്പം ഓണർഷിപ്പ് എത്രയായി? ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2006 ഹോണ്ട സിറ്റി സിംഗിൾ ഓണർഷിപ്പാണ്. ഓക്കെ. വണ്ടി എങ്ങനെയുണ്ട് ബ്രോ? കണ്ടീഷൻ ആണോ? വണ്ടി നീറ്റ് വണ്ടിയാണ്. കിലോമീറ്റർ റൈഡുണ്ട്? കിലോമീറ്റർ 110. 110 ഓടി. പക്ഷെ ബോഡിയൊക്കെ നീറ്റ് ആയിരിക്കും. നീറ്റ് നല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. എയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. അപ്പം ടെസ്റ്റ് എപ്പോഴും 2006 ആകുമ്പോൾ? റീടെസ്റ്റ് ഈ വർഷം ലാസ്റ്റ് റീടെസ്റ്റ് വരും. ഓക്കെ. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. അത് ഇൻപുട്ട് സീറ്റ് വെച്ചിട്ടുണ്ട്. ഫോർഡർ പവറിൻ്റെ സ്റ്റിയറിംഗ് പവറിൻ്റെ എല്ലാം വരുന്നത് തന്നെ. 2006 വെഹിക്കിളാണ്. അപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല നല്ല വണ്ടിയാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? നമുക്ക് 1.60 കൊടുക്കാം. 1.60. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പം നമ്മൾ അത്യാവശ്യം കുറച്ച് വണ്ടികൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ അടുത്ത് കാണാം. ഓക്കെ.